മറ്റു ചിന്തകൾ നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. മറ്റു ചിന്തകൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഭാരമായി നിങ്ങളെ അടിമപ്പെടുത്തരുത്. ആ ചിന്തയുടെ ഭാരത്തിൽപ്പെട്ട് നിങ്ങൾ രോഗികളാകരുത്. എല്ലാ ഭാരത്തെയും യേശുവിൽ ഇട്ടുകൊള്ളുവേൻ. എല്ലാ ചിന്താകുലതകളെയും യേശുവിൽ ഇട്ടുകൊള്ളുവേൻ. ആ ഭാരവും ആകുലതയും വരുമ്പോൾ തന്നെ, കലക്കവും പ്രയാസവും വേദനയും വരുമ്പോൾ തന്നെ യേശുവിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുക. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുക. അപ്പോൾ ഒരു ദൈവപ്രവൃത്തി ആ വിഷയങ്ങളിൽ സംഭവിക്കും. നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയം എന്താണ്? തലമുറകളെക്കുറിച്ചാണോ? പ്രിയപ്പെട്ടവരെ കുറിച്ചാണോ? ഭാവിയെക്കുറിച്ചാണോ? ജീവിതത്തെക്കുറിച്ചാണോ? ഏത് വിഷയമായാലും ആ ചിന്ത ഉള്ളിൽ വരുമ്പോൾ തന്നെ അത് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചു തുടങ്ങുവേൻ. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങുവേൻ. അത്ഭുതങ്ങൾ നടക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവപൈതലേ, നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. വചനം നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, വചനം നീ ഏറ്റെടുത്തുവെങ്കിൽ നിനക്കായി ഒരു കരം പ്രവർത്തിക്കും. അത് മഹത്വത്തിൻ്റെ കരമാണ്, അത് വീര്യപ്രവൃത്തിയുടെ കരമാണ്, അത് അത്ഭുതത്തിൻ്റെ കരമാണ്, അത് ജയത്തിൻ്റെ കരമാണ്. ആമേൻ. ആ വചനം നീ ഏറ്റെടുക്കുമെങ്കിൽ ഒരു കരം നിനക്കായി പ്രവർത്തിക്കും.